നമസ്കാരം. പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ വിമർശനവുമായി പാലക്കാട് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായതായും സ്ഥിരം സ്ഥാനാർത്ഥി മത്സരിച്ചത് തിരിച്ചടിയായി എന്നും പ്രമീള വ്യക്തമാക്കി. പ്രചാരണത്തിന് പോയപ്പോൾ സ്ഥിരം സ്ഥാനാർത്ഥി നിന്നതിലുള്ള അതൃപ്തി പലരും അറിയിച്ചിരുന്നു. അതൃപ്തി മറികടന്നുകൊണ്ടാണ് തങ്ങൾ പ്രചരണത്തിന് പോയത് എന്നും പ്രമീള ശശിധരൻ വ്യക്തമാക്കി. ബി.ജെ.പിയുടെ പരാജയത്തിന് പിന്നിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നും പ്രമീള പറഞ്ഞു. പാർട്ടി പ്രവർത്തകർ സി കൃഷ്ണകുമാറിനൊപ്പം തന്നെ നിന്നു. ജനങ്ങളിൽ നിന്നുയർന്ന എതിർപ്പ് സുരേന്ദ്രനെ അറിയിച്ചിരുന്നുവെന്നും പ്രമീള പറയുന്നു. നഗരസഭയിലെ മുഴുവൻ ബി.ജെ.പി. കൗൺസിലർമാരും പ്രചരണത്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. നഗരസഭാ വോട്ടുകൾ കുറഞ്ഞുവെന്ന് പറയാനാകില്ല. സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ തന്നെ ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്ന് ഉന്നത നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യം പാർട്ടി അംഗീകരിച്ചില്ല. വേറെ സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ ജയസാധ്യത കൂടിയേനെ. ഇപ്പോഴത്തെ തോൽവിയിൽ നഗരസഭയെ പഴിക്കുന്നതിൽ യുക്തിയില്ല. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന നിലപാട് ശരിയല്ല. 1500 വോട്ട് മാത്രമാണ് കുറഞ്ഞത്. ഇതിൽ നോട്ടയുമുണ്ട്. ജനവിധിയെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട് കൃഷ്ണകുമാറിന്റെ വോട്ട് കുറഞ്ഞുവെന്ന് പാർട്ടി അന്വേഷിക്കട്ടെ എന്നും പ്രമീള ശശിധരൻ വ്യക്തമാക്കി. ശോഭ സുരേന്ദ്രൻ വോട്ട് ചോദിക്കാൻ രംഗത്തിറങ്ങിയെന്നും ശോഭയെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നും പ്രമീള കുറ്റപ്പെടുത്തി. ശോഭ സുരേന്ദ്രനെതിരെയുള്ള ആരോപണങ്ങളും നഗരസഭാധ്യക്ഷ തള്ളി. അതിനിടെ പാലക്കാട്ടെ തോൽവി ബി.ജെ.പി. കൗൺസിലർമാരുടെ തലയിൽ വെക്കേണ്ട എന്ന് ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജനും പ്രതികരിച്ചു. ജയിച്ചാൽ ക്രെഡിറ്റ് കൃഷ്ണകുമാറിന്, തോറ്റാൽ ഉത്തരവാദിത്തം ശോഭയ്ക്ക് എന്ന നിലപാട് ശരിയല്ല എന്നും സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്ന് ദേശീയ നേതൃത്വം പരിശോധിക്കണമെന്നും ശിവരാജൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ബി.ജെ.പി. ശക്തി കേന്ദ്രമായ പാലക്കാട് തിരിച്ചടിയുണ്ടാകാൻ കാരണം ശോഭ സുരേന്ദ്രൻ പക്ഷമാണ് എന്ന് സുരേന്ദ്രൻ പക്ഷം ആരോപിച്ചിരുന്നു. ശോഭയുടെ ഡ്രൈവർ വോട്ട് മറിക്കാൻ കൂട്ടുനിന്നു എന്നായിരുന്നു പ്രധാന ആരോപണം. പരാജയത്തിന് പിന്നിൽ ശോഭ സുരേന്ദ്രനാണ് എന്ന് വരുത്തി തീർക്കാൻ മുരളീധരന്റെ പക്ഷവും ശ്രമിക്കുന്നതായി പാർട്ടിക്കകത്തു നിന്ന് തന്നെ പരാതി ഉയർന്നിരുന്നു. നഗരസഭയിൽ ശോഭപക്ഷം ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചുവെന്നാണ് മുരളീധരന്റെ പക്ഷം ആവർത്തിക്കുന്നത്. പാലക്കാട്ടെ പരാജയം ശോഭ സുരേന്ദ്രന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതായി ശോഭാപക്ഷവും ആരോപിച്ചു. കെ സുരേന്ദ്രന് വി മുരളീധരൻ സംരക്ഷണ വലയം ഒരുക്കുന്നതായും ആരോപണമുയരുന്നുണ്ട്. ആളുകൾ ചോദിച്ചിരുന്നോ ഈ സ്ഥാനാർത്ഥിയെ കിട്ടിയുള്ളൂ? 100% ചോദിച്ചിരുന്നു. കുറേ ഭാഗത്ത് ചോദിച്ചിരുന്നു. എന്താ കൃഷ്ണകുമാറിനെ മാറ്റിയില്ലേ, വേറെ ആരെങ്കിലും നിർത്തായിരുന്നില്ലേ? ശോഭാ സുരേന്ദ്രന്റെ പേരുകൾ വന്നിരുന്നു, എം ടി രമേശിന്റെ പേര് വന്നിരുന്നു, ഈ മറ്റേ കൃഷ്ണദാസിന്റെ പേര് വന്നിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര് എളുപ്പമായിരുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. സ്ത്രീകളുടെ കുറച്ചുകൂടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. സ്ത്രീകളുടെ നഗരസഭയിലെ വലിയ വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. 1500 വോട്ടേ കമ്മിയായിട്ടുള്ളൂ. MP ഇലക്ഷന് 29,000 വോട്ട് നഗരസഭ പരിധിക്കകത്ത് കിട്ടിയിട്ടുണ്ട്. 27,500 ആണ് MLS ഇതിന് കിട്ടിയത്. 1500 വോട്ടിന്റെ കുറവാണ്. 1500 വോട്ട് നോട്ടയ്ക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, വിരോധമുള്ളവര് നോട്ടയ്ക്ക് ചെയ്തിട്ടിട്ടാവാം. ബി.ജെ.പിയുടെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ജനവിധിയല്ലേ, നമുക്കത് പറയാൻ പറ്റൂ. ശോഭയായിരുന്നു ജയിക്കുമായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജനവിധിയാണ്. അതായത് ചെയർപേഴ്സൺ ഈ പലതവണ നോട്ടയുടെ കാര്യം പറഞ്ഞു. അതായത് ബി.ജെ.പി. പ്രവർത്തകർ നോട്ടയ്ക്ക് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വികാരം നമ്മുടെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം ഇന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ നോട്ടയ്ക്ക് ചെയ്യുമെന്നുള്ളൊരു വികാരം പുറത്തു നിന്നും പറയുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നിന്നാണോ വോട്ട് കമ്മിയാണ്. നഗരസഭാ ഭരണത്തിന്റെ വീഴ്ചയല്ല എന്ന് ഞാൻ പറയുന്നു. നഗരസഭ ഉണ്ട്. അത് സ്ഥാനാർത്ഥിയുടെ പാളിച്ചകൾ തന്നെയാവണം. സാധ്യത അത് തന്നെയാണ്. ചെയർപേഴ്സന്റെ വാർഡിൽ നിന്ന് ഉൾപ്പെടെ വോട്ട് കുറഞ്ഞു. ഇല്ല, എന്റെ വാർഡില് വോട്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ എല്ലാ ബൂത്തിലും എന്റെ വോട്ട് 19, 20, 21, 22 ബി.ജെ.പി. NDAക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട്. സ്ഥാനാർത്ഥിയുടെ വാർഡിൽ കുറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിത്വത്തിനുള്ള വോട്ടാണ് കൗൺസിലർ ഇലക്ഷൻ ഒക്കെ ചെയ്യാം. ഒരു വ്യക്തി അതൊക്കെ ജനവിധി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് കൃഷ്ണകുമാറിന്റെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം. അത് പാർട്ടി അന്വേഷിക്കട്ടെ. എന്തുകൊണ്ട് കൃഷ്ണകുമാറിന്റെ ബൂത്തിലെ വോട്ട് കുറഞ്ഞു എന്നുള്ളത് അവർ അന്വേഷിക്കട്ടെ. പരിശോധിക്കട്ടെ. അതൊക്കെ ചെയ്യേണ്ടതല്ല. അതൊക്കെ ചെയ്തോട്ടെ. അതൊന്നും നമ്മൾ അഭിപ്രായം പറയണതല്ലോ.
അതൊക്കെ ജനങ്ങൾ പറയണമെങ്കിൽ അതിന് സംസ്ഥാനം അതിന് തയ്യാറാവണം എന്നാണ് പറയുന്നത്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനോട് കുറെയൊക്കെ മാനിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ മാനിക്കാതെ പോയതുകൊണ്ടാണ് ഈ തോൽവി. കൃഷ്ണകുമാർ അധികാരമോഹിയാണെന്നാണ് പൊതുവെ ശിവരാജ് അതിന് അതറിയില്ല. കാരണം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നു, മുനിസിപ്പാലിറ്റി ആയാലും നിയമസഭ. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനമോ കേന്ദ്രമോ അത് പാടില്ലല്ലോ, അങ്ങനെ തീരുമാനിക്കാൻ പാടില്ലല്ലോ. കേന്ദ്ര നേതൃത്വം തീരുമാനിക്കണ്ടേ. അത് സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ ജില്ലയിൽ ഒരു വിഷയമുണ്ട്, നഗരസഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് കേന്ദ്രം പരിശോധിച്ച് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. പലപ്പോഴും സ്ഥാനാർത്ഥിക്കെതിരെ വരുന്ന ആരോപണം അദ്ദേഹത്തിന് വോട്ട് കേന്ദ്രീകരിക്കുന്നതിൽ മറിച്ച് സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ പലതും വന്നിരുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. എനിക്ക് അതിന്റെ സാമ്പത്തിക ശേഷിയെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയില്ല. സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ധാർമ്മിക ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിക്കൂല്ലേ? അത് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കണം, അതെനിക്ക് അറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആരുമാണ്? ഞാൻ പാലക്കാട് നഗരസഭയുടെ ഒരു ചെയർമാൻ മാത്രമാണ്. ഞാൻ സംസ്ഥാന തലത്തിലോ കേന്ദ്ര തലത്തിലോ തീരുമാനം എടുക്കേണ്ടതിന് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. പരാതിയൊക്കെ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയും ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് പല രീതിയിലും ജനങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് BJP ജയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ജനവിധി അങ്ങനെ ആയിപ്പോയി.